PM ആർഷോയും കെ വിദ്യയും വിവാഹിതരാകുന്നു. രജിസ്റ്റർ വിവാഹം തിങ്കളാഴ്ച തൃക്കരിപ്പൂരിൽ. ഇന്ന് വന്ന ഒരു വാർത്തയാണ്, അതായത് മെയ് 30 വന്ന ഒരു വാർത്ത. ഈ വാർത്ത കാണുമ്പോൾ വിവാഹമല്ലേ, വലിയ സന്തോഷമല്ലേ, അല്ലേ? ആണ്, വലിയ സന്തോഷമൊക്കെ തന്നെയാണ്. വിവാഹമാണ്, വലിയ സന്തോഷമാണ്, എല്ലാമാണ്. ആരൊക്കെയാ വിവാഹിതരാകുന്നത്? CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം, SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, അല്ലേ, സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ, SFI മുൻ നേതാവും ആയ കെ വിദ്യയും, ആർഷോയും വിദ്യയും വിവാഹിതരാകുന്നു. ഞാൻ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും, ഇവരെ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ, അതും ഏതോ ഉഡായിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നൂലേ? തോന്നും. അതിന് കാരണം മറ്റൊന്നുമല്ല. ആരാണ് ഈ കെ വിദ്യ? ഈ കെ വിദ്യ മഹാരാജാസ് കോളേജ്, എറണാകുളത്തെ മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. തനിക്ക് പ്രവൃത്തി പരിചയം ഉണ്ട് എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിൽ ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ട് പിടിക്കപ്പെട്ട വ്യക്തിയാണ് ഈ കെ വിദ്യ. SFI കരുത്തിയാണ്, ഭൂലോക ഉഡായിപ്പാണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിൽ എങ്ങനെയെങ്കിലൊക്കെ കയറിയിട്ട് ആ ശമ്പളം വാങ്ങി നക്കാൻ വേണ്ടിയിട്ട്, സർക്കാർ സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് സ്വന്തമായിട്ട് അടിച്ചുണ്ടാക്കിയ വ്യക്തിയാണ് ഈ കെ വിദ്യ. ഇനി ഭർത്താവ് PM ആർഷോ ഇതേ മഹാരാജാസ് കോളേജിൽ പരീക്ഷ എഴുതിയിട്ടല്ല, പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക പോലും ചെയ്യാതെ താൻ പാസ്സായി എന്ന് മഹാരാജാസ് കോളേജ് തന്നെ സർട്ടിഫൈ ചെയ്ത വ്യക്തി അവസാനം പിടിക്കപ്പെട്ട് ഊമ്പിത്തൊലഞ്ഞ SFIക്കാരൻ. എന്ന് പറഞ്ഞാൽ ഉഡായിപ്പിൻ്റെ 2 പര്യായങ്ങൾ, അല്ലേ? പലപ്പോഴും നിങ്ങൾക്ക് തോന്നാറില്ലേ, ഈ പറയുന്ന സഖാക്കളുടെ പിന്നിലും മുന്നിലുമൊക്കെ പല വാലുകളും പല പേരുകളുമൊക്കെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇവരൊക്കെ ഇത് എങ്ങനെ കിട്ടി, അല്ലേ? ഇപ്പോൾ അശ്ലീലം റഹീം എന്ന് പറയുന്നൊരു ചങ്ങായി ഉണ്ടല്ലോ, അശ്ലീലം റഹീം, AA റഹീം, അതാണ് അശ്ലീലം. ഈ അശ്ലീലം റഹീമിന് ഇല്ലാത്ത ഡിഗ്രികളില്ല, ഡോക്ടറേറ്റ് അടക്കമുണ്ട് അശ്ലീലം റഹീമിന്. എന്നാ അശ്ലീല റഹീമിന് നാവ് പൊന്തിച്ച് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ പലപ്പോഴും തോന്നൂലേ, ഇത്രയൊക്കെ ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിക്കും സംസാരിക്കാൻ കഴിയാത്ത അശ്ലീലം റഹീം. ശിവൻകുട്ടി സാറിന് LLB ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ഡിഗ്രിയാണുള്ളത് എന്ന് പറയുന്ന ശിവൻകുട്ടി. അപ്പം ഇവറ്റകളുടെയൊക്കെ പിന്നിലും മുന്നിലും ഒക്കെ കാണുന്ന പലതും എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കാറില്ലേ? അപ്പോൾ അതൊക്കെ വ്യാജമാണ്. എല്ലാം പല രീതിയിൽ പല ഉഡായിപ്പിലൂടെ സമ്പാദിച്ചെടുത്തതാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, മറ്റൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഉഡായിപ്പിൻ്റെ ഈ പഴയതിലല്ല പുതിയ തലമുറയിലെ ഉഡായിപ്പിൻ്റെ 2 പര്യായങ്ങൾ, ആ 2 പര്യായങ്ങൾ ഇനി ജീവിതത്തിലും ഒരുമിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതേ മഹാരാജാസ് കോളേജിൽ പരീക്ഷ എഴുതാതെ വിജയിച്ചു കയറി എന്ന് അവകാശപ്പെട്ട ആർഷോ, അതേ മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വിദ്യ ഉണ്ടാക്കി കൊടുത്തത്, അങ്ങനെ ഒരു ഐഡിയ വന്നത് ഒക്കെ എവിടെ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താണെങ്കിലും വിവാഹാശംസകൾ നമ്മൾ നേരുകയാണ്, അല്ലേ? വിവാഹാശംസകൾ നമ്മൾ നേരുകയാണ്. പക്ഷേ ഇനി നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത്രയും കാലം 2 ഉഡായിപ്പുകൾ 2 ഭാഗത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ഉഡായിപ്പുകൾ ഒരുമിച്ചായിട്ടുണ്ട്. 2 ഉഡായിപ്പുകൾ ഒരുമിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കേരളം സൂക്ഷിക്കണം, ജനങ്ങൾ ജാഗ്രത കാണിക്കണം. കാരണം പല ഉഡായിപ്പുകൾ ഇനിയും ഇവരിറക്കും. മനസ്സിലായില്ലേ? പല ഉഡായിപ്പുകൾ ഇവരിനിയും ഇറക്കും. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഈ SFI HFI എന്ന് പറയുന്ന ടീമിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ ഉഡായിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിരന്തരമായി തുടരും.
അതിലൊന്നും ഒരു സംശയവുമില്ല. എന്താണെങ്കിലും രണ്ട് ഉഡായിപ്പുകൾ ഒന്നാകുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷ വാർത്ത. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ പരിപാടി ഇപ്പം നിങ്ങൾ ഇവരെ ആളുകളൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഈ പറയുന്ന ശിവൻകുട്ടി, വിജയരാഘവൻ, എം വി ഗോവിന്ദൻ, പി ജയരാജൻ, അതുപോലെ എം പി രാജേഷ് എന്ന് വേണ്ട ഇവരുടെ എല്ലാവരും, എല്ലാ നേതാക്കന്മാരുടേതും ഭാര്യമാർ ഒക്കെ പറയുന്ന സർവീസിൽ, ഗവൺമെൻറ് സർവീസിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന ആളുകളായിരിക്കും. ശിവൻകുട്ടിയുടെ ഭാര്യ എനിക്ക് തോന്നുന്നു PSCയുടെ എന്തോ ഒരു സംഭവമാണ്. 4 ലക്ഷം രൂപയായിട്ടാണ് സാലറി. എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു വിദ്യാഭ്യാസവും ഇല്ല. എന്തെങ്കിലും ചെയ്യാനറിയോ? ഒന്നും ചെയ്യാനറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ മാക്സിമം സർക്കാർ സർവീസുകളിൽ ഭാര്യമാരെയും മക്കളെയും ഒക്കെ തിരികെ കയറ്റി അതിനുവേണ്ടി വ്യാജങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഇവരൊക്കെ പണ്ട് മുതലേ വലിയ പ്രാവീണ്യമുള്ള ആളുകളാണ്. ഇവർ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഭാര്യമാരെ, സ്വന്തക്കാരെ ഒക്കെ സർക്കാർ സർവീസുകളിലേക്ക് തിരികെ കയറ്റിയിട്ട് സർക്കാർ പൊതുഖജനാവിൽ നിന്ന് എക്കാലവും ശമ്പളം നക്കാനുള്ള ഏർപ്പാടുകൾ ആദ്യമേ ചെയ്തു വെക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത്, അത്തരത്തിൽ ഒരു അട്ടപ്പാടിയിലെ ഗവൺമെൻറ് കോളേജിൽ ലെക്ചറർ ആവാൻ വേണ്ടിയിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് മഹാരാജാസിൻ്റെ പേരിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന കെ വിദ്യ എന്ന് പറയുന്നത്. എന്താണെങ്കിലും വിദ്യയും മാർഷോയും വിവാഹിതരാകുകയാണ്. നല്ല നല്ല ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ നല്ല പൊരുത്തമുള്ള ആൾക്കാരാണ്. എല്ലാം കൊണ്ടും പൊരുത്തമുള്ള ആൾക്കാരാണ്. ഒരുമിക്കേണ്ടതും ഇവർ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ഇത്തരം ഉഡായിപ്പുകൾ ഒരുമിക്കുന്ന ഒരു അപൂർവ മുഹൂർത്തത്തിന് 2026 ജൂൺ 1-ാം തീയതി സാക്ഷിയാകുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും വലിയ അല്ലേ, ഒരു വിവാഹമാണ്, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ വിദ്യക്ക് എങ്ങനെയാണ് മഹാരാജാസ് കോളേജിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കാരണം മഹാരാജാസിൽ പരീക്ഷ എഴുതാതെ പാസ്സായ ആർഷോ അവിടെ ഉണ്ടാകുമ്പോൾ അതേ മഹാരാജാസിൻ്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല, ഇനി മഹാരാജാസിൻ്റെ പ്രിൻസിപ്പൾ വരെ ആളുകളെ ആക്കാൻ ആർഷോക്ക് കഴിയും, പാർട്ടിക്ക് കഴിയും, HFIക്ക് കഴിയൂലേ? കഴിയും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അന്ന് വിദ്യക്ക് എവിടെ നിന്നാണ് മഹാരാജാസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഉഡായിപ്പുകളുടെ 2 നേതാക്കന്മാർ അങ്ങനെ ഉണ്ടല്ലോ. എല്ലാത്തിനും നേതാക്കന്മാരുണ്ടാവും. ഒരു ഗ്രൂപ്പിനെ എടുത്തു നോക്കിയാലും നേതാക്കന്മാരുണ്ടാവും. അപ്പോൾ ഉഡായിപ്പിൻ്റെ 2 നേതാക്കന്മാർ ഇനി മുതൽ ഒരുമിച്ചാണ്. കേരളം കരുതിയിരിക്കണം. കാരണം ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. എന്തും ഉഡായിപ്പിനും റെഡിയാണ്. ഇപ്പം ജനങ്ങൾ, സാധാരണക്കാർ കരുതിയിരിക്കുക. കാരണം വലിയ നേതാക്കന്മാരാണ്, എന്തെങ്കിലും പറയുമ്പോൾ ചാടി വീഴണ്ട. കാരണം ഇനിയിപ്പോൾ 2 ആളും കൂടിയും ഒരുമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തെ എടുത്ത് തിരിച്ചു വെക്കാൻ വരെയുള്ള പണികൾ ഇവരെടുക്കുമെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ വാർത്തയുടെ കമൻറ്റ് ബോക്സ് ഇത് കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കി. പരിശോധിച്ചപ്പോൾ അതിലുള്ള കമൻറ്റുകളൊക്കെ അത്രമാത്രം The companion of the male strength who edited the certificate for the job and the male strength who made a fake certificate and passed the degree long live എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ former SFI leader K Vidya arrested again in the case of submitting fake identity certificate. One person entered the job by making a fake experience certificate without working. One person passed the semester without writing the exam. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. The boy has no father. The bride is making the child. The company is producing fake document.
എന്ന് പറഞ്ഞാൽ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്, ഈ ഉഡായിപ്പിൻ്റെ ആളുകൾ എന്തുകൊണ്ടും ഇവർ തന്നെയാണ് ഇതിന് പറ്റിയ ആളുകൾ. പക്ഷേ ഇവർ രണ്ടുപേരും ചേരുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തെ തന്നെ മറിച്ചിടാൻ ചിലപ്പോൾ തയ്യാറാണ്. അമ്മാതിരി ഉഡായിപ്പിൻ്റെ ആളുകളാണ്, വ്യാജങ്ങളുടെ ആളുകളാണ്, പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകുന്ന ആളുകൾ, എവിടെയും ഒരു സ്ഥലത്തും ജോലി ചെയ്യാതെ വർക്കിംഗ് എക്സ്പീരിയൻസുകൾ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ മഹാരാജാസിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ആളുകൾ. എന്താണെങ്കിലും അവറ്റകൾ ആണിവറ്റകൾ എന്ന് ജനം സൂക്ഷിക്കണം. നമ്മൾ കരുതിയിരിക്കണം, ഇത്തരം ഉഡായിപ്പുകൾ നാടുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്.